ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് നിയോ ക്ലാസിസം എന്നുള്ള ടോപ്പിക്കാണ്. ഇത് നേരത്തെ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ലൈഫ് ആൻഡ് സൊസൈറ്റി ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എന്നിട്ട് ഈ 18th സെഞ്ചുറിനെ 3 കാലഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ക്ലാസിക്കൽ ഏജ്, അതുപോലെ തന്നെ ഓഗസ്റ്റിൻ ഏജ്, അതുപോലെ തന്നെ ഏജ് ഓഫ് റീസൺ ഓർ ഗുഡ് സെൻസ്. അപ്പൊ ക്ലാസിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ആളുകൾ കൂടുതലായിട്ടും മതത്തിൽ വിശ്വസിക്കുകയും എല്ലാം ഒരു എന്താണ് ഫ്രാൻസിന്റെ ഒക്കെ ഇൻഫ്ലുവൻസോട് കൂടിയിട്ട് ഗ്രീക്ക് ലാറ്റിൻ ഭാഷകളാണ് ഏറ്റവും മികച്ചത്, അതിലുള്ള റൈറ്റിങ്സ് ഇതൊക്കെയാണ് ഫോളോ ചെയ്തിരുന്നത്. കൂടുതലായിട്ടും ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഫോളോ ചെയ്തിരുന്നത്. അപ്പൊ അതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല നിയോ ക്ലാസിസം. എന്നാൽ നിയോ ക്ലാസിസം എന്ന് പറയുമ്പോൾ എന്താണ്, അത് കുറച്ചും കൂടി ഡ്രൈഡൻ പോപ്പ് ഇവരൊക്കെയാണ് ഇതിന്റെ ഒരു വക്താക്കൾ എന്ന് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു പീരീഡിൽ എഴുതിയതിൽ നിന്നും കുറച്ച് മാറിക്കൊണ്ട് ഒരു മെറ്റാഫിസിക്കൽ റൈറ്റിംഗ് മാറിയിട്ട് കുറച്ചും കൂടി ചാമിങ് ആൻഡ് എന്താ ക്ലാസിക്കൽ മോഡലാണ് ഇത് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസിക്കിൽ നിന്നും വളരെ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ ക്ലാസിക്കിന്റെ അത്ര തന്നെ എന്താണ് ഡീപ്പായിട്ട് ഇല്ലെങ്കിൽ എന്താണ് ഒരു മെറ്റാഫിസിക്കൽ കണക്ഷൻ ഒന്നും നമുക്കിതിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. വളരെ ആൾക്കാർക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ, എന്നാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആയിട്ടുള്ള വിഷയങ്ങളാണ് ഇതിലെടുക്കുന്നത്. എസ്പെഷ്യലി പാട്രിയോട്ടിസം പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിയോ ക്ലാസിസത്തിന്റെ ടോപ്പിക് ആയിട്ട് വരിക. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് ഇമോഷണലി നമ്മളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഒട്ടും ഇമോഷണൽ അല്ലാതെയാണ് അത് തയ്യാറാക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൾക്കാരെന്ന് പറയുന്നത് ഈ ഒരു നിയോ ക്ലാസിസത്തിന്റെ ആൾക്കാരെന്ന് പറയുന്നത് എഡ്മണ്ട് വാളർ, അതുപോലെ തന്നെ സർ ജോൺ ഡെൻഹാം തുടങ്ങിയ വ്യക്തികളാണ്. ഇവരാണ് ഇതിന്റെ ഒരു തുടക്കക്കാരെന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്കൂളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. നിയോ ക്ലാസിസത്തിന്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ റെസ്പെക്ട് ഫോർ ദ റൂൾസ്. എന്താണോ ലിറ്ററേച്ചറിന്റെ റൂള് അത് പാലിക്കുക. തന്റെ പൂർവികർ എങ്ങനെയാണോ എഴുതിയിരുന്നത് ആ ഒരു റൂൾ ആൻഡ് ലോസ് പാലിച്ചുകൊണ്ടുള്ള റൈറ്റിംഗ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ക്ലാസിക്കൽ കൺവെൻഷൻസ് ഗവേൺഡ് എവറി വെറൈറ്റി ഓഫ് വേഴ്സ്, ഡ്രാമ, എപ്പിക്, സറ്റയർ, ഓഡ് ആൻഡ് പാസ്റ്ററൽ. നത്തിങ് ദാറ്റ് വയലേറ്റഡ് ദ ലോ ഓഫ് ഇറ്റ്സ് പെർട്ടിക്കുലർ കൈൻഡ് വാസ് ഗുഡ് ആർട്ട്. Perfect form was ideal, the substance was minor significance, the contrast between the cool control and the warmth and the passion of Elizabethan indeed extreme. എന്താണ് അത് പറയുന്നത്? അപ്പൊ അത്രയും കാലം എഴുതിക്കൊണ്ടിരുന്ന ഫോംസ് എന്ന് പറയുന്നത് എന്താണ്, ഡ്രാമ, എപ്പിക്, സറ്റയർ, ഓഡ്, പാസ്റ്ററൽ തുടങ്ങിയ രീതിയിലുള്ള വർക്കുകളാണ്, ജോൺറേസിലുള്ള റൈറ്റിംഗ്സ് ആണ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് ഒട്ടും തന്നെ വയലേറ്റ് ചെയ്യാണ്ട്, അതിന്റെ നിയമങ്ങൾ വയലേറ്റ് ചെയ്യാണ്ട് നല്ല കൃതികൾ ഫോം ചെയ്യുക, നല്ല വർക്കുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിൽ തന്നെ എന്താണ്, പെർഫെക്റ്റ് ഫോം വാസ് ഐഡിയൽ. അതിന്റെ പെർഫെക്റ്റ് ഫോമിൽ തന്നെ എഴുതുക എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അടുത്തതെന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ക്വാളിറ്റി. എന്താണ് ഇന്റലക്ച്വൽ, ബുദ്ധിപരമായിട്ടുള്ള അതിന്റെ ഒരു ക്വാളിറ്റി. വായിക്കുന്ന ഒരാളുടെ ഉള്ളിലേക്ക് ഒരു ചിന്ത തൊടുത്തുവിടുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് എല്ലാ റൈറ്റിങ്സിന്റെയും പ്രത്യേകത. അപ്പൊ ആ ഒരു ഇമോഷണലിസം, തന്റെ എന്താണ് ഇമോഷൻസിനേക്കാൾ ഉപരി അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു എന്താണ് എക്സ്ട്രാ വേഗൻസ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞിരുന്നു ദിസ് ഏജ് ഓഫ് റീസണിങ് ഓർ സെൻസ് എന്ന് പറഞ്ഞിരുന്നു. നല്ല എന്താണ് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യനിങ് പവർ ഉള്ള, എല്ലാത്തിനും ഒരു എന്താണ് ക്വസ്റ്റ്യന്റെ ആറ്റിറ്റ്യൂഡിൽ, ഒരു റീസണിങ്ങിന്റെ ആറ്റിറ്റ്യൂഡിൽ കാണുന്ന ഒരു സമൂഹമാണ് അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ള റൈറ്റിംഗ്സ് ആണ് ആ ഒരു പീരിയഡിൽ ഉണ്ടായിരുന്നത്. ഹൃദയത്തിലേക്ക് എടുക്കാണ്ട് തലച്ചോറിലേക്ക് എടുക്കുക എന്നുള്ള ഒരു അർത്ഥമാണ്. അഡ്രസ്ഡ് ടു ദി ഇന്റലക്ട്, നമ്മുടെ ബുദ്ധിയോടും കോമൺ സെൻസിനോടും ആണ് ഈ കൃതികൾ സംസാരിച്ചിരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഡ്രൈഡനും പോപ്പും ഒക്കെയാണ് ഈ ഒരു സ്കൂളിന്റെ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് അതിന്റെ പ്രത്യേകത? ദ റോട്ട് മാറ്റേഴ്സ് ദാറ്റ് റോസ്റ്റ് ഡീപ്പ് ഇമോഷൻസ് ദാറ്റ് നെവർ ബേസ്റ്റ് എമംഗ് ദ ബോൺസ് ഓഫ് ദെയർ ഓൺ ഫോം. എന്താണ്, എല്ലാവരുടെ ഉള്ളിലും ഒരു വികാരം ഇല്ലെങ്കിൽ ഒരു തിങ്കിങ് ജനിപ്പിക്കുന്നതാണ്. അതേസമയം അത് പൊട്ടി ഇങ്ങനെ എന്താണ് പുറത്തേക്ക് വരുന്ന ഒരു കാര്യമല്ല, നമ്മുടെ ഡീപ്പർ സെൻസിലേക്കാണ് അത് പോകുന്നത്. The classical model does not attract the modern reader. That what keeps the works these writers alive is the quality in themselves delighted with. എന്താണ്, അപ്പോൾ ഇത് സാധാരണ ആൾക്കാരുടെ ഇടയിൽ അത്ര എന്താണ് എത്തിയില്ലെങ്കിലും പക്ഷെ അത് എന്താണ് വായിച്ച ആൾക്കാരുടെ ഇടയിൽ ആ ഒരു ബുദ്ധി ഇല്ലെങ്കിൽ അത് ആ ഒരു ഇന്റലക്ച്വൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അടുത്ത ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഇൻസിസ്റ്റൻസ് ഓൺ എ സെറ്റ് പോയറ്റിക് സ്റ്റൈൽ. എന്താണ്, ഓരോ കൃതിക്കും അതിൻ്റെതായ ഒരു സ്റ്റൈൽ ഉണ്ട്. ഇപ്പൊ ഷേക്സ്പിയറിയൻ സ്റ്റൈൽ ഇല്ലെങ്കിൽ അതിന്റെ ഒരു കാനോൺ എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒന്ന് തന്നെയാണ്.
അതുപോലെ തന്നെയാണ് ഓരോ പോയറ്റിനും അവരുടേതായ ഒരു സ്റ്റൈൽ ആ പോയത്തിൽ നമുക്ക് അല്ലെങ്കിൽ അവരുടെ കൃതികളിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് ഇൻസിസ്റ്റൻസ് ഓൺ എ സെറ്റ് ഓഫ് പോയറ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ദ വൊക്കാബുലറി മസ്റ്റ് ബി നെയ്തർ കൊളോക്കിയൽ ഓർ നോർ ടെക്നിക്കൽ. എന്താണ് ഓരോ വാക്കുകളും അപ്പൊ എന്താണ് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുന്ന വാക്കിനെ ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് അവരെന്താണ് കവിത്വം അതിൻ്റെ അകത്ത് കാണുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു വള്ളത്തോളിന്റെയോ കുമാരനാശാന്റെയോ കവിത എടുത്തു കഴിഞ്ഞാൽ അതേ കവിത ഒരു മോഡേൺ ജനറേഷനിലുള്ള ഒരു റൈറ്റർ എഴുതി കഴിഞ്ഞാൽ ആ ഒരു ഭാഷാപരമായിട്ടുള്ള വ്യത്യസ്തതയുണ്ട് അല്ലെ. അതാണ് അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ആ ഭംഗി നിലനിർത്തിക്കൊണ്ട് എഴുതുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. വളരെയധികം ടെക്നിക്കലായിട്ട് വളരെയധികം എന്താണ് ആ ഒരു നമ്മൾക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു വാക്കിന് പകരം നമ്മൾക്ക് മനസ്സിലാവുന്ന എന്നാൽ മനോഹരമായി എഴുതാൻ പറ്റുന്ന വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ള ഒരു അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എവറിഡേ ടേൺസ് ഓഫ് സ്പീച്ച് ഇസ് അൺആക്സെപ്റ്റബിൾ ആൻഡ് വെർ നോവൽ of expressions. The resulted was that the work all about but great masters, the language tended to be cited and standardized. അപ്പൊ ഇങ്ങനെ നല്ല രീതിയിലുള്ള നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സ്ട്രാ വെഗൻസ് എന്നൊക്കെയുള്ള വാക്ക് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യില്ല അല്ലേ. എക്സ്ട്രാ വെഗൻസ് പോലെയുള്ള എന്താണ് വളരെ നല്ല പദങ്ങളൊക്കെ നമുക്ക് ഇംഗ്ലീഷ് പോയംസിലൊക്കെ കാണാൻ പറ്റും. അതൊക്കെ എന്ത് ചെയ്യാണ്, ഭാഷയെ കൂടുതൽ സ്റ്റാൻഡർഡൈസ് ചെയ്യാണെന്നാണ് ഇവരുടെ അഭിപ്രായം. ഭാഷ എന്താവും കൂടുതൽ ഭംഗിയുള്ളതും മനോഹരമായും അതിനൊരു വേറൊരു തലവും സൃഷ്ടിക്കപ്പെടും അല്ലെ. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന എവറിഡേ ടേൺസ് ഒന്നും നമുക്ക് ഈ പോയങ്ങള് നിയോ ക്ലാസിസത്തിൽ കാണാൻ വേണ്ടി സാധിക്കില്ല. അതേസമയം എന്താണ് ഭാഷക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊണ്ട് അവരൊരു ഗ്രേറ്റസ്റ്റ് മാസ്റ്റേഴ്സ് ആയിട്ട് മാറുകയാണ് അവിടെ ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് എമർജൻസ് ഓഫ് ഹീറോയിക് കപ്ലെറ്റ്. ഹീറോയിക് കപ്ലെറ്റിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഹീറോയിക് കപ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് a heroic couplet is a pair of rhyming lines that express a memorable thought. Many of the couplets express a complete thought in the complete sentence, thus making the couplet closed. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സോണറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് പോയത്തിന്റെ മീനിങ് ലാസ്റ്റ് 2 ലൈനിൽ ഒതുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ 2 വരി വായിച്ചാൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ഒരു ഫിക്സ്ഡ് മീനിങ് നമുക്ക് കിട്ടുന്നുണ്ടാവും. അതിനാണ് ഹീറോയിക് കപ്ലെറ്റ് എന്ന് പറയുന്നത്. ആ ഒരു 2 ലൈൻ, കപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് 2 കപ്ലെറ്റ്. അപ്പൊ ഹീറോയിക് കപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുക. ഫോർ എക്സാമ്പിൾ ഒരു കോട്ടൊക്കെ ഏതെങ്കിലും ഒരു പോയത്തിലെ 2 വരി എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരു ഒരു പെർട്ടിക്കുലർ മീനിങ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഹീറോയിക് കപ്ലെറ്റ് എന്ന് പറയാം. അതിനൊരു റൈം ഉണ്ടാവും. ഓക്കെ, അതാണ് ഹീറോയിക് കപ്ലെറ്റ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അപ്പൊ ഇനീഷ്യലി ആദ്യമായിട്ട് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് വോളർ, ഡെൻഹാം തുടങ്ങിയ ആൾക്കാരാണ്. അതുപോലെ തന്നെ ഡ്രൈഡൻ, പോപ്പൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലാങ്ക് വേഴ്സ് ഫോർ ഡ്രമാറ്റിക് പേർപ്പസിൽ ബ്ലാങ്ക് വേഴ്സും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് ഓഫ് ടൗൺ ലൈഫ് ആണ്. London was a magnet for writers and who hoped to find a patron to help him with money and influence his career. ഈ ട്രീറ്റ്മെന്റ് ഓഫ് ടൗൺ ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കൂടുതലായിട്ട് ഈ റൈറ്റേഴ്സ്, ഓതേഴ്സ് ഒക്കെ കൂടുതലായിട്ടും കവിതകളിലെ കഥകളിലെ ഒക്കെ ടോപ്പിക്കുകൾ ടൗണിനെയാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ടൗൺ ലൈഫാണ്. ഇപ്പോൾ റൊമാൻറ്റിക് പീരീഡ് ആണെങ്കിൽ നമുക്ക് നേച്ചർ ആണ് പ്രധാനമായിട്ട് വരുന്നത് അല്ലെ, പ്രകൃതിയിലെ കാഴ്ചകളാണ്. അതേസമയം നമുക്ക് നിയോ ക്ലാസിസത്തിൽ ടൗൺ ലൈഫാണ് കൂടുതലായിട്ടും എന്ത് ചെയ്തിരിക്കുന്നത്, പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ ഡ്രൈഡനും പോപ്പൊക്കെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് കോഫി ഹൗസിലാണെന്നും അത് അവരുടെ ലിറ്ററേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്തെന്നും അതുകൊണ്ട് തന്നെ അവർ ടൗൺ ലൈഫുമായിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ പോയംസിലും സ്റ്റോറീസിലും ഒക്കെ എഴുതിയിരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. So one time there were no fewer than 3,000 coffee houses in London, each with a flourishing trade. അപ്പൊ ഇതുവഴി ഒരു ട്രേഡിന്റെ ഡെവലപ്മെന്റും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ 5 പ്രത്യേകതകളാണ് നിയോ ക്ലാസിസത്തെ കുറിച്ച് നമ്മൾ പറയുന്നത്. ആദ്യം പറഞ്ഞ റെസ്പെക്ട് ഫോർ ദി റൂൾസ് ആൻഡ് ദ ഇന്റലക്ച്വൽ ക്വാളിറ്റി, ഇൻസിസ്റ്റൻസ് ഓൺ എ സെറ്റ് ഓഫ് പോയറ്റിക് സ്റ്റൈൽ, എമർജൻസ് ഓഫ് ഹീറോയിക് കപ്ലെറ്റ് ആൻഡ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ടൗൺ ലൈഫ്. ഇനി വളരെ പ്രധാനപ്പെട്ട 2 റൈറ്റേഴ്സിനെ കൂടി നമ്മൾ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആവും. ഇതിൽ നമ്മൾ പറയുന്ന പോയറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് ഡോക്ടർ ജോൺസൺ ആൻഡ് ഗോൾഡ് സ്മിത്ത് ആണ്. ഡോക്ടർ സാമുവൽ ജോൺസൺ എന്ന് പറയുന്നത് 1709 തൊട്ട്
1784 വരെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ജനിച്ചത് ലിച്ച്ഫീൽഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹിസ് ഫാദർ വാസ് എ ബുക്ക് സെല്ലർ ഹു ഡൈഡ് ഓൺ ദ വേർജ് ഓഫ് ബാങ്ക്രപ്റ്റസി. അതാണ് അദ്ദേഹത്തിന്റെ ഫാദർ ഒരു ബുക്ക് സെല്ലറാണ്, പുസ്തകം വിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഫാദർ ഇടയിൽ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ മരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ നല്ല രീതിയിൽ പഠനം പൂർത്തിയാക്കാൻ ഡോക്ടർ ജോൺസന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഹി ട്രൈഡ് ഫോർ എ ടൈം ടു ഏൺ എ ലിവിങ് ബൈ ടീച്ചിങ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതിലൂടെ ഒരു ചെറിയ വരുമാനം കണ്ടെത്താൻ അദ്ദേഹം ശ്രമിച്ചു. ഹി മാരിഡ് എ വിഡോ 20 years ഹിസ് സീനിയർ ഫോർ ഹെർ മണി വിച്ച് ഹി ഇൻവെസ്റ്റഡ് ഇൻ എ സ്കൂൾ ഓഫ് ഹിസ് ഓൺ. അദ്ദേഹം ഡോക്ടർ സാമുവൽ ജോൺസൺ മാരി ചെയ്യുന്നത് തന്നെക്കാൾ 20 വയസ്സിന് മൂത്ത ഒരു വിഡോയെയാണ്, ഒരു വിധവയാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പണത്തിന് വേണ്ടി തന്നെയാണ്. എന്തിനാണ് ആ പണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കൂളുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതുവഴി അദ്ദേഹത്തിന് ഒരു സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. So the following year he published his first poem, London, and became parliamentary reporter at the Cavalier magazine. 1737 ലണ്ടനിൽ വെച്ച് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ആദ്യത്തെ പോയം ആയിട്ടുള്ള ലണ്ടൻ എന്നുള്ള പോയം എന്ത് ചെയ്തു? കാവലിയർ പബ്ലിഷ് ചെയ്തു. ഒപ്പം തന്നെ അദ്ദേഹം കാവലിയർ മാഗസീനിൽ പാർലമെന്ററി റിപ്പോർട്ടറായിട്ട് ജോലി ചെയ്യാനും ആരംഭിച്ചു. His reputation increased with the poem The Vanity of Human Wishes and his drama Irene. അദ്ദേഹത്തിന്റെ വേറൊരു പോയമാണ് ദ വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസ് എന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡ്രാമയാണ് ഐറിൻ. ഇത് രണ്ടും കൂടി അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷൻ, അദ്ദേഹത്തിന്റെ സമൂഹത്തിലുണ്ടായിരുന്ന ബഹുമാനം ഇരട്ടിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം ആഴ്ചയിൽ വരുന്ന പീരിയോഡിക്കൽ ആയിട്ടുള്ള എസ്സേകൾ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ദ റാംബ്ലർ. ഒരാഴ്ചയിൽ 2 പ്രാവശ്യമാണ് ഇത് പബ്ലിഷ് ചെയ്തിരുന്നത്. സോ ഹി കെയിം ടു ഓക്യുപ്പൈ പ്രൊമിനന്റ് പൊസിഷൻ ആഫ്റ്റർ ദ പബ്ലിക്കേഷൻ ഓഫ് ഡിക്ഷണറി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അദ്ദേഹം ഡിക്ഷണറി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതോടുകൂടിയിട്ട് ഒരു എഴുത്തുകാരുടെ ലോകത്തേക്ക് അദ്ദേഹത്തിന്റെ ഒരു കംപ്ലീറ്റ് പ്രവേശനം, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രവേശനമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആക്കുക ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഡിക്റ്ററേറ്റർ ഓഫ് ലിറ്ററേച്ചർ എന്നുള്ള ഒരു നെയിമും കൂടി കിട്ടി. അതുപോലെ തന്നെ he flocked his side in 1764. He formed the famous literary club. അദ്ദേഹം ഒരു ലിറ്റററി ക്ലബ്ബ് തന്നെ ഫോം ചെയ്തു. അദ്ദേഹത്തിന്റെ സർക്കിളിൽ ഉണ്ടായിരുന്ന വ്യക്തികളാണ് ബർക്ക്, ഗോൾഡ് സ്മിത്ത്, ഗിബ്ബൺ തുടങ്ങിയ ആൾക്കാരൊക്കെ. അദ്ദേഹം ഒരു ഗ്രേറ്റ് കോൺവെർസേഷണലിസ്റ്റ് ആണെന്നാണ് പറയുന്നത്. കോൺവെർസേഷണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സംവാദകൻ, അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ ആരാധകരും ഉണ്ടായിരുന്നു. ഓക്കെ, in 1765 he made an edition of Shakespeare. ഷേക്സ്പിയറിന്റെ ഒരു എഡിഷൻ അദ്ദേഹം ഇറക്കുന്നുണ്ട്. ദ ലൈഫ്സ് ഓഫ് ദി മോസ്റ്റ് എമിനന്റ് ഇംഗ്ലീഷ് പോയറ്റ്സ് എന്നുള്ള ഒരു വർക്ക് അദ്ദേഹത്തിന്റെയാണ്. അതുപോലെ തന്നെ അദ്ദേഹം മരിക്കുന്നത് 1784 പറഞ്ഞു. വെസ്റ്റ് മിനിസ്റ്റർ ആബേയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത്. സോ മെക്കുലായ് സേസ്, അദ്ദേഹത്തെ കുറിച്ച് മെക്കുലായ് എന്നുള്ള ഫേമസ് ആയിട്ടുള്ള റൈറ്റർ പറഞ്ഞത്, ദ മെമ്മറി ഓഫ് ദ അതർ ഓതർ ഈസ് കെപ്റ്റ് അലൈവ് ബൈ ദ വർക്ക്സ്, ബട്ട് ദ മെമ്മറി ഓഫ് ജോൺസൺ കീപ് മെനി ഓഫ് ഹിസ് വർക്ക്സ് അലൈവ്. പലരുടെയും കൃതികളിലൂടെ പല എഴുത്തുകാരെയും അറിയപ്പെടും. പക്ഷെ ജോൺസന്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ജോൺസന്റെ കൃതികളെ ആയിരിക്കും ഓർമ്മ വരിക എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ഹിസ് പവർഫുൾ പേഴ്സണാലിറ്റി ആൻഡ് ലോങ് ലിറ്റററി കാരിയർ മെയ്ഡ് ഹിം ദ ഡോമിനേറ്റിംഗ് ലിറ്റററി ഫിഗർ ഓഫ് ദി സെഞ്ചുറി. അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവും നിശ്ചയദാർഢ്യവും അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സും ഒക്കെ തന്നെ, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ഒക്കെ തന്നെ അദ്ദേഹത്തെ ഇന്നും ആളുകളുടെ ഇടയിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറ്റിയെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ആളെന്ന് പറയുന്നത് ഒലിവർ ഗോൾഡ് സ്മിത്ത് ആണ്. അപ്പോൾ ഡോക്ടർ സാമുവൽ ജോൺസന്റെ ലിറ്റററി ക്ലബിലെ മെമ്പർ ആയിരുന്നു ഈ പറയുന്ന ഒലിവർ ഗോൾഡ് സ്മിത്ത്. അദ്ദേഹം ജനിക്കുന്ന 1730 മരണം 1774. അയർലൻഡിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹം പഠിച്ചത് യൂണിവേഴ്സിറ്റി ഓഫ് ഡബ്ലിനിലാണ്. അവിടെയാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലണ്ടനിലേക്ക് വരുന്നത് 1756. അദ്ദേഹം ഒരു സ്കൂൾ മാസ്റ്റർ ആയിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത്. അത് വളരെ അൺസക്സസ്ഫുൾ ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ഹാക്ക് റൈറ്റർ ഫോർ മാഗസീൻ, ഒരു ഹാക്ക് റൈറ്റർ ആയിട്ട് മാഗസീനിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ നോട്ടബിൾ റൈറ്റിംഗ് എന്ന് പറയുന്നത് ദ സിറ്റിസൺസ് ഓഫ് ദി വേൾഡ്, അതുപോലെ തന്നെ വിക്കാർ ഓഫ് ദി വേക്ക് ഫീൽഡ് തുടങ്ങിയ കൃതികളാണ്. ദ ട്രാവലർ എന്നുള്ള പോയം വളരെ ഫേമസ് ആണ്. അതുപോലെ ഡെസേർട്ടഡ് വില്ലേജ്. ഹിസ് ബെസ്റ്റ് റിമെമ്പേർഡ് ഡ്രാമ എന്ന് പറയുന്നത്
ദ ഗുഡ് നേച്ചേർഡ് മാൻ ആണ്. ആൻഡ് ഷീ സ്റ്റൂപ്സ് ടു കോൺകർ എന്നുള്ള വർക്കാണ്. ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അടുത്ത നമുക്ക് റൊമാൻറ്റിക് റിവൈവല് പറയാണ്ട്. ഓക്കെ, താങ്ക് യു.